50% ഹിന്ദുക്കൾ, 80% ആത്മഹത്യ. ബാക്കി വരുന്ന 50, ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഞങ്ങൾ ബ്രാഹ്മണരിൽ മാത്രമാണ് ഇതിൽ വ്യത്യാസം. കാര്യം ബ്രാഹ്മണർ പോയാൽ ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകൾ വെച്ച് ഞാൻ പറയാം. മോഹൻലാലിൻ്റെ സിനിമയുടെ കഥാതന്തു എന്താ? മോഹൻലാൽ വരുന്നു, മോഹൻലാലിൻ്റെ അമ്മാവൻ്റെ മോനാണ് വില്ലൻ. ഹിന്ദുക്കളുടെ ഇടയിലെ ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, കുടുംബഛിദ്രം. ഞങ്ങൾ കള്ളം പറയുന്നത് ഇപ്പം മലപ്പുറത്തെക്കുറിച്ച്, മലപ്പുറത്ത് ഒരിക്കലെങ്കിലും ഞാൻ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കള്ളം പറയുകയാണ് എന്ന സത്യം ഞാനവിടെ തുറന്നു പറഞ്ഞു. വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, നമ്പൂതിരിയെ, പുറയനെ, പുലയനെ, മലയാളി ഇങ്ങനെ മരിക്കണമോ, ആ പുസ്തകത്തിലെ കണക്കുകളാണ് ഞാൻ പറയുന്നത്. കള്ളം പറഞ്ഞ് ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ നേതാക്കൾ തിരിച്ചറിയാം. സ്പിരിച്വൽ റീചാർജ് ആണ്, സോഷ്യൽ റീചാർജ് ആണ്. അതാണ് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച. ചുമ്മാ തള്ളല്ലേ, ഈ തള്ളാണ് നമുക്ക് മനസ്സിലാവൂലേ. ഈ ഇസ്ലാമോഫോബിയ മൂത്താണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ ശിവലിംഗമാണെന്ന് പറയും. ഇത് പണ്ട് തീവ്ര ലെഫ്റ്റിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നു. മോദിജി എടുക്കുന്ന ലൈൻ സബ്കാ സാത്ത് സബ്കാ വികാസ് ആണ്. താങ്കൾ അടുത്തിടയ്ക്ക് ഒരു വാർത്താ ചാനലിൽ ഹാഷിമിക്കെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. എല്ലാ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ഹിന്ദുക്കളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യില്ല, പക്ഷേ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ താങ്കളുടെ ഒരു പരാമർശം കണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഹാഷ്മി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകരിൽ ഒന്നാണ്. യഥാർത്ഥത്തിൽ ഈ ബാലൻസ് സൂക്ഷിക്കുന്ന, ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം സൂക്ഷിക്കുന്ന ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. വെള്ളാപ്പള്ളി സാറിനെ കുറിച്ചെടുത്ത ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ വ്യംഗ്യം കൂടി ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഹാഷ്മി, ഞങ്ങൾ ഹിന്ദുക്കളെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രശ്നങ്ങളായ ഹിന്ദുക്കളുടെ ഇടയിലെ ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, കുടുംബഛിദ്രം, പ്രായമായവരുടെ പ്രശ്നങ്ങൾ ഒന്നും ഹാഷ്മി അടക്കം, ശ്രീകണ്ഠൻ നായർ സാറിന് എനിക്ക് വലിയ ആരാധനയുള്ള ആളാണ്, വേണുജി അടക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുക്കുന്നില്ല. അത് ഞങ്ങളെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കള്ളം പറയുന്നത്. ഇപ്പം മലപ്പുറത്ത് ഒരിക്കലെങ്കിലും ഞാൻ കഴിഞ്ഞ നോമ്പിനും കൂടെ ഞാൻ മലപ്പുറത്ത് പോയതാണ്. എൻ്റെ കൂടെ മുസ്ലിം വന്നു. മുസ്ലിങ്ങളുടെ കടയിൽ കയറി തന്നെയാണ് ആഹാരം കഴിച്ചത്. വേറെ ഹിന്ദു കടകളുണ്ടായിരുന്നു. ഒരുപാട് കടകൾ തുറക്കും. കടകൾ തുറക്കുന്നവർ കാണും. മുസ്ലിങ്ങൾ കൂടുതൽ വിശ്വാസികൾ ആയവരുള്ളതുകൊണ്ട് അവർ കടകൾ തുറക്കാതിരിക്കും. മുസ്ലിങ്ങളിൽ തന്നെ ചില ആൾക്കാർ തുറക്കും, ഹിന്ദുക്കളിൽ ചില ആൾക്കാർ തുറക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കള്ളം പറയുകയാണ് എന്ന സത്യം ഞാനവിടെ തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞത് ഈ ഹിന്ദു ഐക്യം ഉണ്ടാക്കാനായി കള്ളം പറയുകയാണ്. അതായത് വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, നമ്പൂതിരിയെ, പുറയനെ, പുലയനെ, വെള്ളാളനെ, ധീവരനെ അടക്കമുള്ള ആൾക്കാരെ ഒന്നിപ്പിക്കാനായിട്ട് വെള്ളാപ്പള്ളി സാറ് കള്ളം പറയുകയാണ്. ഈ കള്ളത്തിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ ഒന്നിക്കാനുള്ള നറേറ്റീവ്, വാദഗതി പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയും മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമ്മൾ ഹിന്ദുക്കൾക്കൊരു ശനിയാഴ്ച സത്സംഗം വേണം. ഹിന്ദുക്കളുടെ 50% നമ്മൾ കേരളത്തിലെ ഹിന്ദുക്കൾ, 54 ടു ബി പ്രിസൈസ്, 54% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യ, 83.7% മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ, 80-85% കുടുംബ തകർച്ചകൾ, ജനസംഖ്യാ തകർച്ച, ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത്, മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറാനല്ല എന്നാണ് അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞത്. അതൊരു വ്യംഗ്യരൂപേണ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ കൗണ്ട് വരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഹിന്ദുക്കൾ എന്നൊരു പെർസെൻറ്റേജാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇത്രയും പെർസെൻറ്റേജ് ഇപ്പോൾ മദ്യമായാലും മരണമായാലും കൂടി വരുന്നത്. നമുക്ക് കൃത്യമായ കണക്കെടുക്കാം. അതായത് ഇത് രാഹുൽ ഈശ്വറിൻ്റെ കണക്കുകളല്ല, ഓർക്കണം. ഡോക്ടർ DGP സിബി മാത്യൂസ്, കേരള പോലീസിൻ്റെ തലപ്പത്തിരുന്ന ഏറ്റവും പ്രഗത്ഭനായ DGP, അദ്ദേഹം ചുമ്മാ സംസാരിക്കുന്നതല്ല, പകരം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് പഠനത്തിന് വേണ്ടി അദ്ദേഹം കൊടുത്ത പ്രബന്ധം DC ബുക്സ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണശാലകളിലൊന്ന് ഒരു പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. മലയാളി ഇങ്ങനെ മരിക്കണമോ, ആ പുസ്തകത്തിലെ കണക്കുകളാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ 50-55% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യ. 50% ഹിന്ദുക്കൾ, 80% ആത്മഹത്യ. ബാക്കി വരുന്ന 50% ന്യൂനപക്ഷങ്ങളിൽ 20% ആത്മഹത്യയുള്ളൂ. ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ 27-29% മുസ്ലിം സഹോദരങ്ങൾ, ഏകദേശം 18-19 അല്ലെങ്കിൽ 20% നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ. 50% ഹിന്ദുക്കളിൽ 80% ആത്മഹത്യ, 50% ന്യൂനപക്ഷങ്ങളിൽ 20% ആത്മഹത്യ. അടുത്തത് 50% ഹിന്ദുക്കളിൽ 83.7% മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ, 50% ന്യൂനപക്ഷങ്ങളിൽ 16% മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ, 50% ഇത് ഇനിയും ബാക്കി ഒരുപാട് റിസർച്ചുകളുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 50% ഹിന്ദുക്കളിൽ 80-85% കുടുംബ തകർച്ചകൾ, ബാക്കി 50% ന്യൂനപക്ഷങ്ങളിൽ 15-20% കുടുംബ തകർച്ചകൾ. അപ്പോൾ എങ്ങനെയാണ് കണക്ക് ശരിയാകുക? അപ്പോൾ 50% ഹിന്ദുക്കളിൽ അതിൻ്റെ
ഓൾമോസ്റ്റ് ഇരട്ടിയോ അല്ലെങ്കിൽ 80% നമ്മളിൽ വരുന്നതിൻ്റെ കാരണം നമുക്ക് വേണ്ട രീതിയിൽ ആത്മീയ വിദ്യാഭ്യാസമില്ല, പരസ്പരമുള്ള സൗഹാർദ്ദവും ഐക്യവുമില്ല. ഞാൻ പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ താങ്കൾക്കടക്കം കൺവിൻസ് ആകുന്ന കൗതുകമുള്ളൊരു കാര്യം പറയാം, ശ്രദ്ധിക്കണം. അതായത് കേരളത്തിൽ നിന്നൊരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇവർ ദുബായിൽ പോയി അമേരിക്കയിൽ ജോലി കിട്ടിപ്പോയി എന്നിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും, ദുബായിലോ അമേരിക്കയിലോ ജോലി കിട്ടിപ്പോയാൽ നമ്മുടെ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ കൂടുള്ള 2-3 പേരെ കൊണ്ടുപോകും. നാട്ടിൽ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും സപ്പോർട്ടോ സഹായമോ ചെയ്തു കൊടുക്കും. നാട്ടിൽ ഏതെങ്കിലും ആൾക്കാർക്ക് പലിശയില്ലാതെ കാശോ മറ്റോ കൊടുക്കും. ഒരു ഹിന്ദു പോയാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാളെയും കൊണ്ടുപോകില്ല എന്ന് മാത്രമല്ല നാട്ടിൽ നിന്ന് ആരും വരാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും അവിടെ ചെന്ന് ചെയ്തു വെക്കും. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഞങ്ങൾ ബ്രാഹ്മണരിൽ മാത്രമാണ് ഇതിൽ വ്യത്യാസം. കാര്യം ബ്രാഹ്മണർ പോയാൽ ആ നാട്ടിലുള്ള ആൾക്കാരെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കുമെന്ന്. കാര്യം സ്ഥലത്തൊരു ദിവ്യൻ മതി, സ്ഥലത്തൊരു ആഠ്യൻ മതി എന്നുള്ള ഈ ജാത്യാഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം ഉള്ളതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകൾ വെച്ച് ഞാൻ പറയാം. ലാലേട്ടൻ എനിക്ക് തന്ന കൈരളിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ ലാലേട്ടൻ കൗതുകത്തോട് സൂചിപ്പിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഒരു കാലത്തെ എല്ലാ സിനിമകളും എടുത്തു നോക്കുക. നമ്മുടെ 6-ാം തമ്പുരാൻ അല്ലെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ, ദേവാസുരം അടക്കമുള്ള എല്ലാ സിനിമകളും ബേസിക്കലി സിനിമ എന്താ, മോഹൻലാൽ വരുന്നു, മോഹൻലാലിൻ്റെ അമ്മാവൻ്റെ മോനെയോ ആ ബന്ധുക്കളെയോ കൊന്ന് അമ്പലത്തിലെ ഉത്സവം നടത്തുന്നു. ഇതാണ് സിനിമയുടെ കഥാതന്തു. ഇതിനെ സ്പൂഫ് ചെയ്താണ് നമ്മുടെ മറ്റേ ആറാട്ടിലാണെന്ന് തോന്നുന്നു മോഹൻലാൽ പറഞ്ഞത്, എവിടെയെങ്കിലും ഉത്സവം നടത്തി കൊടുക്കാറുണ്ടെങ്കിൽ ഞാൻ വരുമെന്ന്. മോഹൻലാലിൻ്റെ സിനിമയുടെ കഥാതന്തു എന്താ, മോഹൻലാൽ വരുന്നു, മോഹൻലാലിൻ്റെ അമ്മാവൻ്റെ മോനാണ് വില്ലൻ. ഈ നായർ നമ്പൂതിരി ഇല്ലങ്ങളിലെയും തറവാടുകളിലെയും കുടിപ്പകകളാണ് വിശാല അർത്ഥത്തിൽ ഹിന്ദുവും വിശിഷ്യ അർത്ഥത്തിൽ ഈ സവർണ ഹിന്ദു സമൂഹത്തിലുള്ള പരസ്പരം പോരാണ് ഈ സിനിമകളിലെല്ലാം. അപ്പോൾ ഇതിനപ്പുറം നമ്മുടെ ഇടയിൽ ഒരു ഐക്യവും യോജിപ്പും ഇല്ല. ഇത് വേറെ ആരുടെയും കുറ്റമല്ല, നമ്മുടെ തന്നെ കുറ്റമാണ്. ഞാനും ജനിച്ച് വളരുമ്പോൾ എൻ്റെ അമ്മ അടക്കം നമ്മുടെ എല്ലാ അമ്മമാർ പറയുന്നത് എന്താ അറിയാമോ, എൻ്റെ നാത്തൂൻ്റെ കുട്ടിക്ക് കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ നിനക്ക് കിട്ടണമെന്നാണ്. പിന്നെ ആ നാത്തൂൻ്റെ കുട്ടിയോട് നമുക്ക് എപ്പോൾ സ്നേഹം തോന്നും. കാര്യം അവൾക്കോ അവനോ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഇരിക്കപ്പുറത്തില്ല. അതായത് അവൾക്ക് 50-40 50-45 കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ എന്നോട് ദേഷ്യം തോന്നും. പിന്നെ നമുക്ക് എങ്ങനെ യോജിപ്പുണ്ടാകും? അവിടെയാണ് നമുക്ക് ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളുടെ നല്ല മാതൃകകൾ പിന്തുടർന്ന് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും എന്നതുപോലെ ഹിന്ദുക്കൾക്കൊരു ശനിയാഴ്ച സത്സംഗം വേണം, പരസ്പരം യോജിപ്പ് വേണം തുടങ്ങിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കള്ളം പറഞ്ഞ് ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ നേതാക്കൾ തിരിച്ചറിയാം. മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോയി അവർക്ക് പാഠപുസ്തകങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ പഠിക്കാനും ഒരു അവസരമുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾക്ക് എല്ലാ ഞായറാഴ്ചയും പോകാം. താങ്കൾ പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷേ ഈ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും അത്ര ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും അത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യാസം വരും, ഉറപ്പായിട്ട് വരും. ഈ വ്യത്യാസം വരുമെന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, ഹാർവേഡ് യൂണിവേഴ്സിറ്റി 2016 ജാമ സൈക്കാട്രി, ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണല്ലോ ഹാർവേഡ്, സംശയമില്ലല്ലോ. ഹാർവേഡ് യൂണിവേഴ്സിറ്റി 2016 പ്രസിദ്ധീകരിച്ച പേപ്പറിൽ പറയുന്നു, സിമ്പിളായ ഭാഷ പറയുകയാണ്, നമ്മുടെ ഈ മൊബൈൽ ഫോൺ ദിവസത്തിൽ ഒരിക്കൽ റീചാർജ് ചെയ്യാനുള്ളതാണ് അല്ലേ, അതേപോലെ നമ്മളെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ റീചാർജ് ചെയ്യണം. ആ റീചാർജ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ റീചാർജാണ്, സോഷ്യൽ റീചാർജാണ്. അതാണ് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും സംഭവിക്കുന്നത്. നമുക്ക് ഈ റീചാർജ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ സ്പിരിറ്റിൻ്റെ റീചാർജിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഐക്യം, ഒരുമ, പഠനം, വേദങ്ങൾ, തന്ത്രശാസ്ത്രം, ആത്മീയത, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി, മഹാത്മാ അയ്യങ്കാളി, ശിവാനന്ദ ഗുരുദേവൻ, തൈക്കാട് അയ്യാഗുരു, മഹാത്മാ അയ്യങ്കാളി അടക്കം അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമി അടക്കം, തൈക്കാട് അയ്യാഗുരു അടക്കം ഒരുപാട് പേരെ, പണ്ഡിറ്റ് കറപ്പൻ അടക്കം ഒരുപാട് പേരെ പഠിക്കാനും അറിയാനും നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ നമ്മുടെ സമൂഹം നന്നാവൂ. ഇല്ലെങ്കിൽ എപ്പോഴും അപ്പുറത്ത് മുസ്ലിം ഉണ്ട് എന്ന കള്ളം പറഞ്ഞ് നമ്മളെ ഒന്നിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് ആഹാരം തരുന്നതെന്ന് പറഞ്ഞ് നമ്മളെ ഒന്നിപ്പിക്കേണ്ടി വരും. നമുക്കറിയില്ലേ മുസ്ലിങ്ങൾ തുപ്പിയിട്ടല്ല തരുന്നതും. ഇത് പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികളോട് ഞാൻ ചോദിക്കാറുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലും ഒമാനിലും ഒക്കെ പോകുമ്പോൾ മുസ്ലിങ്ങൾ തുപ്പി ആരാണോ ഒഴിക്കുന്നത്? ചുമ്മാ തള്ളുകയല്ലേ. ഈ തള്ളാണ് നമുക്ക് മനസ്സിലാവൂലേ. അവിടെയാണ് ഈ കള്ളം പറയുന്നത്. നമ്മൾ മണ്ടന്മാരാണോ? കള്ളം പറഞ്ഞ് നമ്മളെ എങ്ങനെ വിശ്വസിപ്പിക്കാൻ? അപ്പോൾ ഈ ഇസ്ലാമോഫോബിയ കൊണ്ട് ഒരു ഗുണവുമില്ല. ഈ ഇസ്ലാമോഫോബിയ മൂത്താണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ കൊല്ലുന്നത്. ഇസ്ലാമോഫോബിയ വേണ്ട. ഇതേപോലെ ചില ആൾക്കാർക്ക് ഹിന്ദു ഫോബിയ ഉണ്ട്. അതാണ് ശബരിമലയിലടക്കം കണ്ടത്. ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു അടിസ്ഥാനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് ഹിന്ദു ഫോബിയയും വേണ്ട, ഇസ്ലാമോഫോബിയയും വേണ്ട, ക്രിസ്ത്യൻ ഫോബിയയും വേണ്ട. ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. പക്ഷേ ഈ ഇപ്പം താങ്കൾ പറഞ്ഞൊരു മുസ്ലിം ഫോബിയ, ഇസ്ലാമിക ഫോബിയ, ഇതൊക്കെ വളർത്തുന്നതിൽ RSSനൊക്കെ ഒരു പങ്കുണ്ടോ? സംഘത്തിന് RSSന് മുസ്ലിം രാഷ്ട്രീയം 5 അടക്കമുണ്ട്.
ഒരു സീനിയർ സ്വയം സേവകനായ ഇന്ദ്രേഷ് ജിയാണ് അതിൻ്റെ ചാർജ്. നമ്മുടെ കേരളത്തിൽ ശ്രീ നൌഷാദ് അടക്കമുള്ള ആൾക്കാർ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ട്. കുറേ കൂടെ ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്. പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത് ജി മുസ്ലിം സമൂഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഒരുപാട് നോക്കുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് മുസ്ലിം പണ്ഡിതരെയും ഇൻ്റലക്ച്വലിസ്റ്റിനെയും ഒക്കെ വിളിച്ച് സംസാരിക്കുകയും നമ്മുടെ ഒരുമയെ ഉയർത്തുകയും ചെയ്തു. അദ്ദേഹമല്ലേ പറഞ്ഞത് കാണുന്ന എല്ലാ അമ്പലത്തിൻ്റെയും താഴെ പോയിട്ട് എല്ലാ ക്ഷമിക്കണം എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തരേണ്ടത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ ശിവലിംഗമാണെന്ന് പറയും. ഇത് പണ്ട് തീവ്ര ലെഫ്റ്റിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ, എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും താഴെ ബുദ്ധക്ഷേത്രമാണ്. അതായത് നമ്മൾ ഹിന്ദുക്കളെ ഒന്ന് വില കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഒന്ന് താത്തിക്കെട്ടുക, നിൻ്റെ അമ്പലങ്ങളൊന്നും നിൻ്റെ അല്ല വേറെ ആരുടെയോ ആയിരുന്നു, അടിച്ചു മാറ്റാൻ വേണ്ടി നീ ചെയ്തതാണ് എന്ന് പറയുന്നതിൻ്റെ വളഞ്ഞ വഴിയാണ് ഈ അമ്പലങ്ങളുടെ എല്ലാം താഴെ ബുദ്ധക്ഷേത്രമാണെന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു വളഞ്ഞ വഴിയാണ് എല്ലാ മുസ്ലിം പള്ളികളുടെയും താഴെ ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയുന്നത്. അതിനൊന്നും ഒരു കാര്യമില്ല. മോദിജി എടുക്കുന്ന ലൈൻ സബ്കാ സാത്ത് സബ്കാ വികാസാണ്. മോദിജി അടുത്തിടയ്ക്ക് അജ്മീർ ദർഗയിലേക്ക് പട്ടു കൊടുത്ത് അയച്ചിരുന്നു. പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത് ജി അടക്കം മുസ്ലിം സമൂഹത്തോട് ഏറ്റവും ആക്റ്റീവായ ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. സുദർശൻ ജി RSSൻ്റെ സർസംഘ് ചാലകായിരുന്നു. അദ്ദേഹം ഒരു ഈദ് ദിവസം മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ബാലൻസ് അതേപോലെ ഈസായി രാഷ്ട്രീയ മഞ്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചുണ്ട് RSS. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിനെ മറ്റൊരു രീതി പറഞ്ഞാലാണ് അയ്യപ്പൻ വാവർ വെളുത്ത എന്ന് പറയുന്നത്. ഹിന്ദുവായ അയ്യപ്പനും മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയും ഒരുമിക്കുന്നത്. ഇതിനെ വേറൊരു രീതി പറഞ്ഞാൽ മതി, ഗാന്ധി, മൗലാന ആസാദ്, ചാൾസ് ഫ്രീർ ആൻഡ്രൂസ്. ഹിന്ദുവായ ഗാന്ധിയും ക്രിസ്ത്യാനിയായ ചാൾസ് ഫ്രീർ ആൻഡ്രൂസും മുസ്ലിമായ മൗലാന ആസാദും. എന്ത് പേര് വിളിച്ചാലും മതി, ഈ കൊടിയിലെ നിറങ്ങൾ പോലെ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം.